സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേൽ പ്രധാനമന്ത്രി ശ്രീ ബെഞ്ചമിൻ നെതന്യാഹു ഒരു ക്രിസ്മസ് സന്ദേശം വിശുദ്ധ നഗരമായ ജെറുസലേമിൽ നിന്നും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ഹോളി ലാൻഡിൽ നിന്നാണ്, ജെറുസലേമിൽ നിന്നാണ് ഈ ക്രിസ്മസ് സന്ദേശം റെക്കോർഡ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. My dear Christian friends, as you gather with your family and friends this Christmas, I wish the Christian community in Israel and around the world blessings for a Merry Christmas from the Holy Land. അദ്ദേഹം ഈ സന്ദേശം പ്രധാനമായും ഉദ്ദേശിച്ചത് ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് നൽകിയ, അദ്ദേഹത്തിൻ്റെ രാജ്യത്തിന് നൽകിയ, ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ പിന്തുണയ്ക്ക് നന്ദി പറയുവാനാണ് പ്രധാനമായും ഈ ക്രിസ്മസ് സന്ദേശം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, അവർ 7 യുദ്ധമുഖങ്ങളിൽ അവരുടെ രാജ്യത്തിന് നേരെ വന്ന നാരകീയ ശക്തികളെ എതിർത്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ പിന്നിൽ അണിനിരന്ന, അവർക്ക് മാനസികമായി സപ്പോർട്ട് നൽകിയ, മറ്റു തരത്തിൽ സപ്പോർട്ട് നൽകിയ ലോകത്തെമ്പാടുമുള്ള ക്രിസ്ത്യൻ സമൂഹത്തോടുള്ള നന്ദിയാണ് ഈ ക്രിസ്മസ് ആശംസയിൽ എനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ളത് എന്നാണ് നെതന്യാഹു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, ലോകത്തിലെ ക്രിസ്തീയ സമൂഹം നിരന്തരമായി, വ്യത്യാസമില്ലാതെ, ശക്തമായി ഇസ്രായേലിന്റെ കൂടെ അണിനിരന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. At a time when Israel is fighting on 7 fronts, we deeply appreciate the steadfast support of our Christian friends around the world. അവരുടെ സംസ്കാരത്തെ നശിപ്പിച്ചു കളയുവാനുള്ള കാടന്മാരായ മനുഷ്യരുടെ ശ്രമങ്ങളെ പരാജയപ്പെടുത്തുവാൻ ക്രിസ്ത്യാനികൾ അദ്ദേഹത്തോടൊപ്പം നിന്നതിനാണ് അദ്ദേഹം പ്രത്യേകമായി നന്ദി പറയുന്നത്. അവരെ നശിപ്പിക്കുവാൻ വേണ്ടി, ജൂത സംസ്കാരത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി, ലോകത്താകെയുള്ള ഒരേ ഒരു ജൂത രാജ്യത്തെ നിർമ്മാർജ്ജനം ചെയ്യണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി കടന്നു വരുന്ന തിന്മയുടെ നാരകീയ ശക്തികൾ, സ്വേച്ഛാധിപതികളായിട്ടുള്ള തിന്മയുടെ നാരകീയ ശക്തികൾ, അവരിനിയും അടങ്ങിയിട്ടില്ലെന്നും അവർക്കെതിരെയുള്ള യുദ്ധം അവസാനം വരെ തുടരുമെന്നും അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയുന്നുണ്ട്. You've stood by our side resiliently, consistently, forcefully, as Israel defends our civilization against barbarism. The people of Israel are united in defending our nation against those bent on our destruction. We seek peace with all those who wish peace with us. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ സമാധാനത്തിലാണ്, ഞങ്ങളോട് സമാധാനത്തിൽ ഉള്ളവരുടെ കൂടെ, ഞങ്ങളോട് സമാധാനത്തിലല്ലാത്തവരോട് ഞങ്ങൾക്കും സമാധാനമില്ല എന്നുള്ളത് അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. യുദ്ധം തീർന്നിട്ടില്ലെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഈ സപ്പോർട്ട്, ലോകത്തിൻ്റെ ഈ സപ്പോർട്ട്, പ്രത്യേകിച്ചും ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഈ സപ്പോർട്ടും ദൈവാനുഗ്രഹവും മുതലാക്കിക്കൊണ്ട് അദ്ദേഹം യുദ്ധം ജയിക്കുന്നതുവരെ, തിന്മയുടെ ശക്തികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ തുടരും എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞു വയ്ക്കുന്നത്.